നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കൊറേ കാലമായാലോ മാഡത്തിനെ ഈ വഴിക്ക് കണ്ടിട്ട്. ആശിച്ച് മോഹിച്ച് അമ്പലത്തിലേക്ക് വരാൻ ഇറങ്ങിയപ്പോ കുറച്ചൊന്ന് ഓടിയപ്പോ കാർ അങ്ങ് പണിമുടക്കി. അയ്യോ സാരമില്ല, ഡ്രൈവർ വർക്ക്ഷോപ്പിൽ ആളെ വിട്ടിട്ടുണ്ട്. കുറച്ചു ദൂരമല്ലോ അമ്പലത്തിലേക്ക്, അതുകൊണ്ട് ഞാനിങ്ങ് നടന്നു പോന്നു. ഓ, ആള് വന്ന് ശരിയാക്കുന്ന വരെ തൊഴുതു നിക്കാന്ന് വെച്ചു. ഭഗവാനല്ലേ നമുക്കുള്ള ഏക ആശ്രയം. അതെ. പിന്നെ മാഡം, ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. പത്രത്തിൽ വാർത്ത കണ്ടിരുന്നു. മോളുടെ കല്യാണത്തിന്റെ മാഡം കൂടി ചേർന്നാണോ കല്യാണം ഉറപ്പിച്ചത്? സാറുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നോ? ഇനി കാണുമ്പോ നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം. വർക്ക്ഷോപ്പിൽ നിന്ന് ആളെത്തുമ്പോ എനിക്കങ്ങ് എത്തണം. ആ ശരി മാഡം. ഇതെന്റെ ചേച്ചിയാണ്. അമ്മയെ പോലെ ഞാൻ ബഹുമാനിക്കുന്ന എന്റെ ചേച്ചി. രാജു എന്താ എന്നെ മനസ്സിലാക്കാത്തത്? എല്ലാ കാര്യങ്ങളിലും അവൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നന്നായിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഒരു അപകടവും പറ്റാതിരിക്കാൻ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് എന്താവശ്യമുണ്ടോ അതെല്ലാം സാധിച്ചു തരുന്നുണ്ട്. പിന്നെന്താ അവൻ എന്നെ അവഗണിക്കുന്നത്? ദീപകിന്റെ സ്വഭാവം നന്നായി അറിയുന്നവനല്ലേ രാജു? എന്റെ വിധിയാണെന്ന് കരുതി ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കാണെന്ന് പറഞ്ഞിട്ടും അവൻ എന്താ എന്നെ സ്വീകരിക്കാത്തത്? ഇനി അവന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ദൈവമേ, ഇനി അധിക സമയം എനിക്ക് മുന്നിലില്ല. എന്റെ രാജുവിനെ നീ എനിക്ക് തന്നെ തരണേ. നീയല്ലാതെ എനിക്കിപ്പോ ആരും തന്നെ തുണയില്ല. ഇതാണ് ആള്. എന്ത് വേണമെന്നാ മാഡം പറഞ്ഞത്? എന്ത് വേണമെന്ന് പറഞ്ഞില്ല, വിളിക്കാന്ന് പറഞ്ഞു. നോക്കട്ടെ എവിടെ? മേഡം വിളിക്കുന്നു. എടുക്ക. ഹലോ മാഡം. നിങ്ങൾ അവളുടെ സ്ഥലം ലൊക്കേറ്റ് ചെയ്തോ? ആ, കണ്ടുപിടിച്ചു മാഡം. ശരി, അവളെ ഫോളോ ചെയ്യണം, തീർത്ത് കളയണം. ശരി മാഡം. കാറോ ലോറിയോ ഉപയോഗിച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടാക്കുന്നതാണ് നല്ലത്. പിന്നെ എന്തെങ്കിലും സംഭവിച്ചാ അതപ്പം നോക്കാം. സൗകര്യത്തിന് കിട്ടിയാൽ ഇന്ന് തന്നെ തീർത്തേക്കാം. തീർത്തു എന്ന് ഉറപ്പാക്കിയാ മതി. എന്നെ വിളിച്ചറിയിക്കൊന്നും വേണ്ട. ശരി മാഡം. ഇതല്ലേ അവള്? എന്താ ചേട്ടാ? ആക്സിഡന്റ് ആണ് മാഡം. എല്ലാരും പിടിച്ച് പിടിക്ക്.
ആക്സിഡന്റ് കേസിന്റെ ഒപ്പം വന്ന ആളല്ലേ? അതെ. ആളിന്റെ പേരൊന്ന് പറയോ? പേര് അറിയില്ല സിസ്റ്റർ. ഓ, ഏതോ ഒരു കാറ് ഇടിച്ചിട്ട് നിർത്താതെ പോയിന്നാ അറിയാൻ കഴിഞ്ഞത്. വീണ് കിടന്നത് കണ്ടിട്ട് ഞാൻ കൊണ്ടുവന്നതാ. അപ്പൊ പോലീസിനെ അറിയിക്കാം. പിന്നെ കുറച്ച് സീരിയസ് ആണ്, കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ട്. ബ്ലഡ് വേണ്ടി വരും. ബ്ലഡ് ഗ്രൂപ്പ് ഏതാ സിസ്റ്റർ? AB നെഗറ്റീവാ. ഞാനും AB നെഗറ്റീവാണ് സിസ്റ്റർ. ബ്ലഡ് ഞാൻ തരാം. എന്നാ വെയിറ്റ് ചെയ്യൂ, ഫോർമാലിറ്റീസ് ചെയ്യാം. സിസ്റ്റർ, ഇവരെ ബ്ലഡ് ബാങ്കിലേക്ക് കൊണ്ടുപോകും. Okay. ഡീറ്റെയിൽസ് ഞാൻ വിളിച്ചറിയിക്കാം. ശരി ശരി. വരൂ. ഡോക്ടർ, ആക്സിഡന്റ് കേസ് പേടിക്കാനൊന്നുമില്ല. ആളിപ്പോ സേഫ് സോണിലാണ്. തെറിച്ചു വീണപ്പോ തല എവിടെയോ ശക്തമായി ഇടിച്ചിട്ടുണ്ട്. അതിന്റെ ഇഞ്ചുറിയാണ് മെയിൻ ആയിട്ടുള്ളത്. കോൺഷ്യസ് അല്ല. ബോധം വരാൻ കുറച്ച് സമയം കൂടി എടുക്കും. പേഷ്യന്റ് കുട്ടിയുടെ ആരെന്നാ പറഞ്ഞത്? ഇല്ല ഡോക്ടർ, ആരുമല്ല. ആ, ആക്സിഡന്റ് പറ്റി വീണപ്പോ കണ്ടതാ. ആ, പിന്നെ ഒന്നും നോക്കിയില്ല, ഇങ്ങോട്ട് കൊണ്ടുപോന്നു. നന്നായി. ചോര വാർന്നു പോകാതെ ഉടനെ തന്നെ എത്തിച്ചതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ പറ്റി. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു ഡോക്ടർ. ആളെ തിരിച്ചറിയാത്തത് കൊണ്ട് അതിന് വേറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പോലീസ് വരും. അവരാളെ തിരിച്ചറിഞ്ഞ് ബന്ധുക്കളെ വിവരം അറിയിച്ചോളും. അപ്പോ ഞാനിനി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, കുട്ടിക്ക് പോവാം. ആക്സിഡന്റ് നടന്ന സമയവും സ്ഥലവും അതൊന്ന് കുറിച്ചു കൊടുത്തേക്ക്. CCTV ഫുട്ടേജസ് പോലീസ് ട്രേസ് ചെയ്തോളും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.